എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾക്ക് ഞാൻ പാട്ടെഴുത്തുകാരനായതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ, എൻ്റെ കാര്യമല്ല പാട്ടെഴുത്തുകാരൻ. ഞങ്ങൾക്ക് പാട്ടെഴുത്ത് ഒരു രചന എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. ഒരുവിധം കൈതപ്രസാദ്, പ്രഭാവർമ്മ, അവിടെ നോക്കിയ വയലാർ ശരത്ചന്ദ്രവർമ്മ, റഫീഖ് അഹമ്മദ്, ഷിബു ചക്രവർത്തി, സന്തോഷ് വർമ്മ തുടങ്ങി പുതിയ ഇതിലെ മനോമഞ്ജിത്ത്, വിനായക്, ശശികുമാർ തുടങ്ങി എല്ലാവരും ഉണ്ട്. ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടാവും എങ്കിലും. അപ്പൊ ഈ കൂട്ടായ്മയില് ഞങ്ങള് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പൊ ഒരു പാട്ട്, ഇന്നിപ്പോ പാട്ടൊക്കെ ഇറങ്ങുന്നത് CD ആയിട്ടൊന്നുമല്ല, യൂട്യൂബിൽ ആണ് ഒരു പാട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ ഒരു ഹെഡ്ലൈൻ എന്ന് പറയാം, നമ്മുടെ ടൈറ്റിൽ, അതിൽ പാട്ടിൻ്റെ പേരുണ്ടാവും, സംവിധായകന്റെ പേരുണ്ടാവും, നായകന്റെ നായികയുടെ, ചിലപ്പോൾ ഗായകന്റെ പേരുണ്ടാവും. പലപ്പോഴും എന്റെയൊക്കെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് 90% പാട്ടെഴുത്തുകാരന്റെ പേര് അതിൽ താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവാറ്. ഇതിനെതിരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ശക്തമായിട്ട് പറയുന്നവരുണ്ട്, സൗമ്യമായിട്ട് പറയുന്നവരുണ്ട്. അപ്പൊ ഇതിലെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ 100 അക്ഷരങ്ങളാണ് ഒരു ഇതിൽ ടൈറ്റിലിന് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ സെർച്ച് ഒരു പക്ഷേ ഒരു ഗായകന്റെയോ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകന്റെയോ നായകന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും, അതുകൊണ്ട് കൂടുതൽ റീച്ച് പാട്ടിന് വരും. ശരിയാണത്, അവരുടെ ഒരു ഷൂസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ 100 അക്ഷരങ്ങളിൽ നിന്ന് ഈ പാട്ടില് അക്ഷരം ഉപയോഗിക്കുന്നവൻ ഈ അക്ഷരങ്ങളുടെ ഒരു 100 എന്ന് പറയുന്ന ഒരു ഇതില് പുറത്താവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ഈ സ്വരലയ, ഇപ്പൊ ഞാനിവിടെ ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു റഫീഖ് ഇപ്പൊ വരുമ്പോ ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന ഗാനരചയിതാവ്, അദ്ദേഹം തിരക്കഥാകൃത്താണ്. ഞാൻ എൻ്റെ നാട് എറണാകുളത്താണെങ്കിലും എൻ്റെ പാട്ടുകളെ വെച്ച് ഒരു പ്രോഗ്രാം നടത്തിയത് അത് പാലക്കാട് സ്വരലയിലാണ് എന്നാണ് ഷിബു ചക്രവർത്തി പറഞ്ഞത്. അതുപോലെ തന്നെ പാട്ടുകളെ വെച്ചായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഗാനശില്പികളെ ആദരിച്ചുകൊണ്ട് അവരെ പ്രതിനിധാനം ചെയ്യുന്ന രചന എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ സ്നേഹം കൂടി അറിയിക്കുന്നുണ്ട്. ഈ പാലക്കാട് വരുമ്പോ ഏറ്റവും സന്തോഷം തോന്നുന്നത്, കാരണം നമ്മള് മൺമറഞ്ഞു പോയ എത്രയോ നിരവധി പാട്ടുകൾ എഴുതിയ ആളുകളുണ്ട്. പലരും ഈ പാട്ടെഴുത്തുകാരെ ഓർമ്മിക്കുക പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് ഒരു പാട്ടെഴുത്തുകാരെ ഓർമ്മിക്കുന്ന ഒരു ഇത് സ്വരലയ തുടങ്ങുന്നു. ഒരുപക്ഷെ ഇനിയുള്ള സ്വരലയുടെ, അജേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ അപേക്ഷിക്കുന്നത്, സ്വരലയുടെ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഗാനശില്പികളായിട്ടുള്ള പാട്ടെഴുത്തുകാരെയോ സംഗീത സംവിധായകരെയൊക്കെ ഓർമ്മിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ അത് ജീവിച്ചിരിക്കുന്നവരോ മൺമറഞ്ഞു പോയവരോ ആവട്ടെ, അങ്ങനെ ഒരു ദിവസം നിർബന്ധമായും ഉൾപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. അതുണ്ട് എങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹം.